ദശരഥം എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. സംവിധാനം സിബി മലയിൽ, കഥ എ.കെ. ലോഹിതദാസ്, നിർമ്മാണം സാഗ ഫിലിംസ്, ഛായാഗ്രഹണം വേണു, സംഗീതം ജോൺസൺ. റിലീസ് 1989 ഒക്ടോബർ 19. മോഹൻലാൽ രാജീവ് മേനോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. രേഖ ആനിയായി അവതരിപ്പിക്കുന്നു. മുരളി ചന്ദ്രദാസ് രേഖയുടെ ഭർത്താവ്. കരമന ജനാർദ്ദനൻ നായർ രാജീവ് മേനോൻ്റെ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്ന വിശ്വസ്തനായ മാനേജർ. നെടുമുടി വേണു രാജീവ് മേനോൻ്റെ കൂട്ടുകാരനായി അഭിനയിക്കുന്നു. സുകുമാരൻ, ജയഭാരതി, സുകുമാരി, മാഗി എന്ന വീട്ടുവേലക്കാരി. ഈ സിനിമയുടെ പ്രധാനപ്പെട്ട കഥ എന്ന് പറയുന്നത്, രാജീവ് മേനോന് മാതാപിതാക്കളില്ല, എന്നാൽ സമ്പന്നനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു മദ്യപാനിയുമാണ്. കാരണം അദ്ദേഹത്തോടൊന്നും ചോദിക്കുന്നതിനോ തിരക്കുന്നതിനോ ശാസിക്കുന്നതിനോ ആരും ഇല്ല. ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. അമ്മയെപ്പോലെ അദ്ദേഹം കാണുന്ന ആളാണ് വീട്ടുവേലക്കാരി മാഗി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാനേജർക്കും അദ്ദേഹത്തെ വലിയ സ്നേഹമാണ്. ഈ രാജീവ് മേനോന് വിവാഹം കഴിക്കുന്നതിനോടൊന്നും തന്നെ വലിയ താല്പര്യവും ഇല്ല. കൊട്ടാരം പോലെയുള്ളൊരു വീട്ടിലാണ് അദ്ദേഹം കഴിയുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, നെടുമുടി വേണു ആണ് ആ വേഷത്തിൽ അഭിനയിക്കുന്നത്, സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് മക്കളും ഭാര്യയുമായി വന്ന് താമസിച്ചിട്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിന് എനിക്കും ഒരു കുഞ്ഞിനെ വേണം എന്നുള്ള ആഗ്രഹം തുടങ്ങി. പക്ഷേ വിവാഹം കഴിച്ചെനിക്ക് അങ്ങനെ ഒരു കുഞ്ഞ് വേണ്ട, അല്ലാതെ കുഞ്ഞ് ജനിക്കണം, സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് എനിക്ക് വേണം. കാരണം എനിക്ക് മകനെ എന്ന് വിളിക്കുന്നതിനും ഒക്കെ ഒരു ലാളിക്കുന്നതിനൊക്കെ ഒരു കുഞ്ഞ് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്രിമ ബീജസങ്കലനത്തിലൂടെ ഒരു കുഞ്ഞിനെ ജന്മം നൽകുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ കുഞ്ഞ് ജനിക്കും എന്ന് ഉള്ള അറിവ് കൊടുക്കുകയും അതിനുവേണ്ടിയാണ് ആനിയെ കണ്ടെത്തുന്നത്. ആനിയുടെ ഹസ്ബൻഡ്, അവർക്ക് അദ്ദേഹത്തിനൊരു അസുഖമുണ്ട്. അത് കാരണം അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് പണം ആവശ്യമാണ്. അപ്പോൾ ഈ അവസരത്തിലാണ് ആനി ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആനി കൃത്രിമ ഗർഭധാരണത്തിലൂടെ ആകുന്നതാണ് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം രാജീവ് മേനോൻ കുഞ്ഞ് വളരേണ്ടതിനെക്കുറിച്ചൊക്കെ ഉള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ആനിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞെങ്ങനെ ആരോഗ്യമായിട്ട് ജനിക്കണം, ഗർഭധാരണ സമയത്ത് ഗർഭിണി വളരെ സന്തോഷവതിയായിരിക്കണം എന്നൊക്കെ അദ്ദേഹം നേരിട്ട് തന്നെ പോയി ആനിയോട് സംസാരിക്കുന്നുണ്ട്. ആ രംഗങ്ങളൊക്കെ കാണുവാൻ വളരെ മനോഹരമായിരുന്നു. നമുക്കത് കണ്ടിരിക്കുവാൻ നമ്മളെ രസിപ്പിക്കുന്ന പോലെയുള്ള അഭിനയമാണ്. ഈ രംഗങ്ങളിലെല്ലാം തന്നെ നമ്മുടെ പ്രിയ ലാലേട്ടൻ കാഴ്ചവെച്ചിരിക്കുന്നത് വളരെ രസമാണ്. ഈ അമ്മയോട്, നിങ്ങളൊരു അമ്മയാകുവാൻ പോവുകയാണ്, എൻ്റെ കുഞ്ഞിനെയാണ് നിങ്ങൾ പ്രസവിക്കുന്നത്, എൻ്റെ കുഞ്ഞിന് അസുഖങ്ങളൊന്നും ഉണ്ടാകരുത്, നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ വേണം ജനിക്കണം. പക്ഷേ ഈ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്താണ്? അവർക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെയൊരു ഗർഭധാരണം, അവർക്കിഷ്ടമല്ല, അവരിഷ്ടപ്പെടുന്നതല്ല. പക്ഷേ അവർക്ക് ഇപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയാണ് മനസ്സോടുകൂടി അവരിത് ചെയ്യുന്നത്. അതായത് സ്വന്തം ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെയൊരു കടമ നിർവഹിക്കുന്നത്. ഈ അവസരത്തിൽ അവർ വളരെ ദുഃഖിതയും കൂടിയാണ്. അപ്പോൾ ഇവരോട് ചെന്ന് കയർക്കുന്ന രംഗങ്ങളൊക്കെയുണ്ട് ലാലേട്ടൻ. അതൊക്കെ നമ്മളെ ചിരിപ്പിക്കുന്ന നല്ല സീൻസൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രേഖയും മോഹൻലാലും തമ്മിലുള്ള രംഗങ്ങളൊക്കെ വളരെ അതിമനോഹരമായിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നല്ല രസമുള്ള രംഗങ്ങളാണ്. അവസാനം ഈ ആനി കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുന്നു,
ഈ അമ്മയുടെ മനസ്സ് മാറുകയും ഏതൊരമ്മയും പോലെ വൈകാരികമായി കുഞ്ഞിനോട് വലിയ സ്നേഹമുണ്ടാവുകയും കുഞ്ഞിനെ വിട്ടുപിരിയാൻ മനസ്സ് തോന്നുന്നില്ല. കുഞ്ഞിനെ ആർക്കും ഞാൻ കൊടുക്കില്ല. അതാണ് ഒരു അമ്മയുടെ മനസ്സാണ് ഇവിടെ കാണുന്നത്. അപ്പം കുഞ്ഞിനെ കൊടുക്കുന്നില്ല. കുഞ്ഞിനെ ആനയ്ക്കു തന്നെ രാജീവ് മേനോൻ കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുഞ്ഞിനെ കൊടുത്തിട്ട് മാഗിയോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത്? കുഞ്ഞുങ്ങളെ വിട്ടുപിരിയുവാൻ മനസ്സില്ലേ? ഇതാണോ ഒരമ്മയുടെ സ്നേഹം എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. എന്നിട്ട് മാഗിയോട് ചോദിക്കുന്നുണ്ട്, എന്നെ ഒരു സ്വന്തം മകനായിട്ട് കാണാമോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ എന്ന ഗാനം MG ശ്രീകുമാർ, ചിത്ര ചേർന്ന് ആലപിച്ചിരിക്കുന്നു. പൊതുവെ മികച്ച കണ്ടിരിക്കാൻ രസകരമായ ഒരു ചലച്ചിത്രമാണ് ദശരഥം.